വസ്തി രാജ്ഞിയെ സിംഹാസനഭ്രഷ്ടയാക്കുന്നു. ഹിന്ദുദേശം മുതൽ കൂശി വരെ 127 സംസ്ഥാനങ്ങളിൽ അഹശ്വരോഷ് വാണിരുന്ന കാലത്ത് അഹശ്വരോഷ് രാജാവ് ശൂഷൻ രാജധാനിയിൽ തന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ തന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്നു നൽകി. പാർസിയിലെയും മേധിയിലെയും സൈന്യാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനപതികളും അവന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. അന്നവൻ തന്റെ രാജകീയ മഹത്വത്തിന്റെ ഐശ്വര്യവും തന്റെ മഹിമാധിക്യത്തിന്റെ പ്രതാപവും വളരെ നാളുകൾ 180 ദിവസങ്ങളോളം പ്രദർശിപ്പിച്ചു. ആ നാളുകൾക്കു ശേഷം രാജാവ് ശൂഷൻ രാജധാനിയിൽ ഉണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സർവ്വജനത്തിനും രാജകൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ വെച്ച് 7 ദിവസം വിരുന്നു നൽകി. അവിടെ വെൺകൽ തൂണുകളിന്മേൽ വെള്ളി വളയങ്ങളിൽ ചണനൂലും ധൂമ്രനൂലും കൊണ്ടുള്ള ചരടുകളാൽ വെള്ളയും പച്ചയും നീലയുമായ ശീലകൾ തൂക്കിയിരുന്നു. ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ വെൺകല്ലുകൾ പതിച്ചിരുന്ന തളത്തിൽ പൊൻകസവും വെള്ളിക്കസവുമുള്ള ശയ്യകൾ ഉണ്ടായിരുന്നു. വിവിധാകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിക്കുവാൻ കൊടുത്തത്. രാജപദവിക്ക് തക്കവണ്ണം ധാരാളം രാജകീയ വീഞ്ഞും ഉണ്ടായിരുന്നു. രാജകൽപ്പന പ്രകാരം അതിഥികൾ അവരവരുടെ ഇഷ്ടം പോലെ കുടിക്കുവാൻ അനുവദിച്ചിരുന്നു. ആരെയും നിർബന്ധിക്കരുതെന്ന് രാജാവ് സേവകന്മാരോട് നിർദ്ദേശിച്ചിരുന്നു. രാജ്ഞിയായ വസ്തിയും അഹശ്വരേഷ് രാജാവിന്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്നു നൽകി. 7-ാം ദിവസം അഹശ്വരേഷ് രാജാവ് വീഞ്ഞിന്റെ ലഹരിയിൽ ആനന്ദിച്ചിരിക്കുമ്പോൾ മെഹുമാൻ, ബിസ്ത, ഹെർബോന, ബിഗ്ധ, അബഗ്ധ, സേഥർ, കർക്കസ് എന്നിങ്ങനെ രാജധാനിയിൽ ശുശ്രൂഷ ചെയ്യുന്ന 7 ഷണ്ഡന്മാരുണ്ട്. ജനങ്ങളെയും പ്രഭുക്കന്മാരെയും വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. അവൾ കാഴ്ചയ്ക്ക് സുന്ദരിയായിരുന്നു. എന്നാൽ ഷണ്ഡന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന നിരാകരിച്ച് വസ്തിരാജ്ഞി ചെല്ലാതിരുന്നു. അതുകൊണ്ട് രാജാവ് കോപാകുലനായി. അവന്റെ കോപം അവന്റെ ഉള്ളിൽ ജ്വലിച്ചു. നീതിന്യായ കാര്യങ്ങളിൽ പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്കുക പതിവായിരുന്നതിനാൽ കാലജ്ഞന്മാരായ ആ വിദ്വാൻമാരോട് രാജാവ് അഭിപ്രായം ചോദിച്ചു. രാജമുഖം കാണുന്നവരും രാജ്യത്തെ പ്രഥമ സ്ഥാനീയരുമായ കർഷന, ശേധാർ, അദ്മഥ, തർശീഷ്, മേരസ്, മർസന, മുമുഖാൻ എന്നിങ്ങനെ പാർസിയിലെയും മേദിയിലെയും 7 പ്രഭുക്കന്മാരോട് തന്നെ ഷണ്ഡന്മാർ മുഖാന്തരം അഹശ്വരേഷ് രാജാവ് അയച്ച കൽപ്പന വസ്തിരാജ്ഞി അനുസരിക്കാത്തതുകൊണ്ട് രാജധർമ്മം അനുസരിച്ച് അവളോട് ചെയ്യേണ്ടതെന്ത് എന്ന് രാജാവ് ചോദിച്ചു. അതിന് മെമുഖാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടും ഉത്തരം പറഞ്ഞത് ഇതായിരുന്നു: വസ്തിരാജ്ഞി രാജാവിനോട് മാത്രമല്ല, അഹശ്വരേഷ് രാജാവിന്റെ സർവ്വ സംസ്ഥാനങ്ങളിലുമുള്ള സകല പ്രഭുക്കന്മാരോടും ജനങ്ങളോടും അന്യായം ചെയ്തിരിക്കുന്നു. രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും. അഹശ്വരേഷ് രാജാവ് വസ്തിരാജ്ഞിയെ തന്റെ മുമ്പാകെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചയച്ചപ്പോൾ അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കും. ഇന്നു തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട് പാർസിയിലെയും മേദിയിലെയും പ്രഭുപത്നിമാർ രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും. ഇങ്ങനെ നിന്ദയും അമർഷവും വർദ്ധിക്കും. രാജാവിന് സമ്മതമാണെങ്കിൽ വസ്തി ഇനിയും അഹശ്വരേഷ് രാജാവിന്റെ സന്നിധിയിൽ വരരുതെന്ന് തിരുമുമ്പിൽ നിന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റുവാൻ കഴിയാത്ത വിധം പാർസ്യരുടെയും മേദ്യരുടെയും രാജധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവ് അവളുടെ രാജ്ഞി സ്ഥാനം അവളേക്കാൾ ഉത്തമയായ മറ്റൊരുവൾക്ക് കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞു. ഈ രാജകൽപ്പന ഇത്ര വിസ്തൃതമായ രാജ്യത്ത് ഇത് മഹാരാജ്യമല്ലോ. പരസ്യമാകുമ്പോൾ സകല ഭാര്യമാരും വലിയവരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും.
എന്ന് പറഞ്ഞു. ഈ വാക്ക് രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടമായി. രാജാവ് മമുഖാന്റെ വാക്കുപോലെ ചെയ്തു. അങ്ങനെ വസ്തി രാജ്ഞിയെ സിംഹാസനം ഭ്രഷ്ടയാക്കി. ഏതു പുരുഷനും തന്റെ വീട്ടിൽ കർത്തൃത്വം നടത്തുകയും സ്വന്തം ഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതിന്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതതിന്റെ ഭാഷയിലും കത്തുകൾ അയച്ചു. ഇപ്പോൾ നിങ്ങൾ വായിച്ചു കേട്ട ഈ വേദവാക്യം എസ്തർ ചാപ്റ്റർ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിന്റെ തുടർച്ച അടുത്ത ദിവസങ്ങളിൽ വായിക്കുന്നതായിരിക്കും.